പാകത്തിനുള്ള ഭക്ഷണവും പാകത്തിനുള്ള പന്തലും പാകത്തിനുള്ള വസ്ത്രവും പാകത്തിനുള്ള സദ്യയും മതി. ഏറെ ദിവസം ഭക്ഷണം കൊടുക്കരുത്. പാകത്തിനുള്ള ഭക്ഷണം കൊടുത്തിട്ടാണ് വലീമത്ത് നടത്തേണ്ടത്. അതും 2, 3, 4 ദിവസം വേണോ? വേണ്ട. ഒറ്റ നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് വലീമത്തിന്റെ സുന്നത്ത് അങ്ങ് നിർവഹിക്കണം. കല്യാണം കഴിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വസ്ത്രത്തിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളർ ഇങ്ങനെ കാണുന്നുണ്ട്. പഴയ കാലത്ത് അത്ര തേച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഈ മഞ്ഞ കളർ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ കുപ്പായത്തിന് ഒരു കളറൊക്കെ? കല്യാണം എങ്ങാനും കഴിഞ്ഞോ? അതേ നബിയെ, കല്യാണം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിലെക്കാരും ആരെയും കല്യാണം വിളിച്ചില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് വിളിക്കാത്ത ആളെ മുഖത്തേക്ക് ബറക്കത്ത് കൊണ്ട് നോക്കിയിട്ട് സന്തോഷത്തോടെ ബറക്കത്തിന് വേറെ കൊടുക്കാൻ വേണ്ടത്. എന്തിനാണ് ഈഗർപ്പെട്ട് നോക്കുന്നത്, ദേഷ്യപ്പെട്ട് നോക്കുന്നത്? ഒരു ഭക്ഷണം പോയതിനോ? കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ ചെയ്തു കൊടുത്തു, ബാറക്കല്ലാഹു ഫീ അഹ്ലിക്, നിങ്ങളെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആയിരുന്നു കൊടുത്തു. ശർഫാക്കപ്പെട്ട നാവ് കൊണ്ട് നല്ല ദുആ കിട്ടി. വിശേഷങ്ങളൊക്കെ ചോദിച്ചു. വലീമത്ത് കൊടുത്തോ എന്ന് ചോദിച്ചു. കൂടെ ഭക്ഷണ സദ്യ കൊടുത്തോന്നാ തങ്ങളെ ചോദ്യം. ആരോടാ ചോദിക്കുന്നത്? നല്ല പണക്കാരനായ സ്വഹാബിയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നല്ല പണമുണ്ട്. കാരണം മദീനയിലേക്ക് ചരക്ക് വരുന്നത് 500 ഒട്ടകത്തിന്റെ പുറത്താണ് സഹോദരങ്ങളെ ഗോഡൌണിലേക്ക് ചരക്ക് വരുന്നത്. ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുനോടാ തങ്ങൾ പറയുന്നത്, ഔലിം വലൗ ബിശാത്തിൻ, ഒരാടിനെ അറുത്തിട്ടെങ്കിലും സദ്യ കൊടുക്കണം. ഒരാടിനെ അറുത്താൽ എത്രാക്ക് ഭക്ഷിക്കാനുണ്ടാകും? അത്ര ചെറിയ സദ്യയാണ് ഒരുക്കാൻ പറഞ്ഞത്. വലിയ സദ്യ ഒരുക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല. ഷാത്തിൻ എന്ന് പറയുന്നിടത്ത് ഒട്ടകം എന്ന് പറയുന്ന വാക്ക് കിട്ടാഞ്ഞിട്ടാണോ? അതുമല്ല. മദീനയിൽ എവിടെയും ഒട്ടകം അറുത്തിട്ട് എല്ലാവരെയും കൂടെ സൽക്കരിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല. കല്യാണത്തിന്റെ സദ്യ ആ സുന്നത്ത് നടപ്പിലാകുന്നതിനുള്ള സദ്യയാണ്. എല്ലാ സമയവും ഭക്ഷണം വെച്ച് വിളമ്പിയിട്ട് ഭക്ഷണം ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തില്ലേ എന്നുള്ള നിലക്ക് സന്തോഷിച്ച് ഇടങ്ങേറാകേണ്ട. 3 ദിവസം ഭക്ഷണം സംഘടിപ്പിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തൊരു സ്വഹാബി ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. 3 ദിവസം ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഭക്ഷണം സംഘടിപ്പിച്ചു. സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ വീട്ടിൽ ഒരു സദ്യയുണ്ട്, തങ്ങൾ വരണം. ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. തങ്ങളും സ്വഹാബിമാരും പോയി ഭക്ഷണം കഴിച്ചു വന്നു. 2ാമത്തെ ദിവസവും അതേ സ്വഹാബി വന്ന് ക്ഷണിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആവശ്യമുള്ളവരൊക്കെ പോയിക്കോളൂ. തങ്ങൾ പോയില്ല. 3ാമത്തെ ദിവസവും വന്ന് വിളിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആരും പോകരുത്. പ്രസിദ്ധിക്ക് വേണ്ടിയാണ്, ലോകമാന്യത്തിന് വേണ്ടിയാണ്.